ഇതിന്റെ വർക്ക് പൂർത്തിയാകാൻ എത്ര മാസം വേണ്ടിവരുമെന്നാണ് മിസ്റ്റർ ഐസക്കിന്റെ നിഗമനം? We can finish within 3 months. 3 മാസം മതിയാവും. ഇവിടുത്തെ വർക്കേഴ്സ് ഒക്കെ എങ്ങനെയാ? പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പിന്നെ കുറച്ച് പൊട്ടലും ചുറ്റിലും ഒക്കെ ഉണ്ട്. അത് സാധാരണയില്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇതാ മിസ്റ്റർ രവി, നമ്മുടെ എഞ്ചിനീയർ. ഹലോ. മോർണിംഗ് സർ. മോർണിംഗ്. മോർണിംഗ്. സാറേ, ഐസക് സാറിന്റെ കൂടെ ഒരു പുതിയ ആളെ കാണുന്നുണ്ടല്ലോ. അതാണ് പുതിയ മുതലാളി. ഐസക് സാർ ഈ സൈറ്റ് അദ്ദേഹത്തിന് വിറ്റു. ഇവളില്ലായിരുന്നെങ്കിൽ അന്നേ ഞാൻ അവനെ അവസാനിപ്പിക്കുമായിരുന്നു. കൂട്ടുകാരെ വിവാഹം കഴിച്ചു എന്ന ഒരൊറ്റ കാരണം പറഞ്ഞ് രജനി എന്നെ തടയുകയായിരുന്നു. ഇന്ദുവിന്റെ വിവാഹം വരെ നിങ്ങൾ ഇതിന് കാത്തിരുന്നു? അത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. ആ വിവാഹം നടക്കുമെന്നൊരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ രജനി തന്നെ അത് മുടക്കുമായിരുന്നു. ഏതായാലും ഇനി ഈ സന്ദർഭം ഞാൻ പാഴാക്കില്ല. എവിടെ പോകുന്നു? ഇന്ന് മോളെ കൊണ്ടുവരേണ്ട ദിവസമല്ലേ? ഞാൻ പോയി കൊണ്ടുവന്നാ പോരെ? വേണ്ട, ഞാൻ തന്നെ പോവാം. തന്ത വരുന്നു എന്ന് പറഞ്ഞപ്പോ അവളുടെ ഒരു വെപ്രാളം കണ്ടില്ലേ? അത് വന്നിരിക്കേ, വന്നിരിക്കാൻ. ഡാഡി, 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 എത്ര നേരമായി ഞാൻ കാത്തിരിക്കുന്നു. ഡാഡിക്ക് മമ്മി ഇങ്ങോട്ട് വിളിച്ചുണ്ടോന്നല്ല എന്താ? ഡാഡി, 4 ദിവസം മമ്മിയുടെ വീട്ടിലും 3 ദിവസം ഇവിടെയാണോ ഞാൻ താമസിക്കേണ്ടത്? വേണ്ട ഡാഡി, ഞാൻ 4 ദിവസം ഇവിടെ നിന്നോളാം. എനിക്ക് ഉറക്കം വരുന്നില്ല ഡാഡി. ഒരു കഥ പറഞ്ഞു തരുമോ? പറഞ്ഞുതരാം. മോളിറങ്ങിക്കോ.
ഡാഡി ടാറ്റാ. ടാറ്റാ. ഹലോ, ഹലോ, ഹലോ. ഇതാണ് സർ ഞാൻ പറഞ്ഞ പലക. രവി നാളെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ പലകയിൽ കയറി നിന്ന് നോക്കിയാൽ മാത്രമേ ആ സൈഡിലുള്ള വിള്ളൽ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പലകയുടെ കീഴിലുള്ള എല്ലാ കയറുകളും ഞാൻ മുറിച്ചു വെച്ചിരിക്കും. രവി പലകയിൽ കാലെടുത്ത് വെച്ചാൽ അടുത്ത നിമിഷം പലകയും രവിയും താഴെ കിടക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താണ് സർ? അവനിവിടെ ഇൻസ്പെക്ഷൻ വരുമ്പോൾ ഈ ഫ്ലോറിൽ മറ്റാരും ഉണ്ടായിരിക്കും. അത് ഞാൻ ഏറ്റു സർ. നാളെ ഉച്ചയ്ക്ക് 12 മണിക്ക് രജനി കൺസ്ട്രക്ഷൻസിൽ ഒരു ആക്സിഡന്റ് നടക്കും. അതൊരു കൊലപാതകമാണെന്ന് ആരും അറിയാത്ത രീതിയിൽ. നാളത്തെ വർക്ക് നടക്കുന്നത് ഏറ്റവും മുകളിലത്തെ നിലയിലാണ്. ആ ഏരിയയിലെ ഇൻസ്പെക്ഷന് ഞാൻ രവിക്ക് ഓർഡർ കൊടുത്തു കഴിഞ്ഞു. നാളെ ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക് അവനതിന്റെ മുകളിൽ നിന്നും താഴേക്ക് വീഴും. ചവിട്ടി നിന്ന പലക തെറ്റി എന്ന വ്യാജേന. എന്റെ മോളെ നശിപ്പിച്ച് കുടുംബത്തിന് അപമാനം വരുത്തി വെച്ച അവൻ എന്റെ കൺമുൻപിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്നത് ഞാൻ കാണണം. രവീട്ടിനെ ആരോ അന്വേഷിച്ചു വന്നാണെന്ന് തോന്നുന്നു. മിസ്റ്റർ രവി ഇല്ലേ ഇവിടെ? ഇല്ലല്ലോ. ആരാ മനസ്സിലായില്ല. ഞാൻ രവിയുടെ ഫ്രണ്ടാണ്.
എന്റെ പേര് ഗോപി. ഓഹോ, നിങ്ങളാണല്ലോ ഗോപി. സ്നേഹിതന് തക്ക സമ്മാനം കൊടുത്തിട്ടാണ് നിങ്ങൾ അന്ന് പോയത്. മനസ്സിലായില്ല. നിങ്ങൾ ഒരുത്തര കുടുംബം തകർത്തത്. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല അല്ലേ? അന്ന് രവിയെ ഹോട്ടലിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവം അവരുടെ വിവാഹമോചനം വരെ കൊണ്ടെത്തിച്ചു. വിവാഹമോചനം? അത് കഴിഞ്ഞിട്ട് കാലം എത്രയായി? ഇപ്പോഴെങ്കിലും സ്നേഹിതയെ കുറിച്ച് അന്വേഷിക്കാൻ തോന്നിയല്ലോ. ഫ്ലൈറ്റിന് സമയമായതുകൊണ്ട് ഞാൻ അവനെ ഫോണിൽ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. ഈ സംഭവങ്ങളൊന്നും സത്യത്തിൽ ഞാൻ അറിഞ്ഞിരുന്നില്ല. അറ്റ്ലീസ്റ്റ് ഒരു ടെലിഫോണിലൂടെയെങ്കിലും സ്നേഹിതന്റെ വിശേഷങ്ങൾ ഒന്ന് അന്വേഷിക്കാമായിരുന്നല്ലോ. ഞാൻ പല പ്രാവശ്യം ഇവിടെ വിളിച്ചത്. പകൽ സമയത്ത് പോലും ഇവിടെ ഫോൺ എടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ തന്നെ അവര് വീട് മാറിയിരിക്കുന്ന സംശയിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദു ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത്? അവരുടെ വീട്ടിൽ. എനിക്ക് ഉടനെ തന്നെ അവരെ കണ്ടത് സംസാരിക്കും.